ഇത് നമുക്ക് ഉണ്ടാക്കാൻ പോകുന്നത് കാളാന്ന് പറയും. അത് നമ്മുടെ നാട്ടിൽ കേരളത്തെ സംബന്ധിച്ചോളം അത്ര ഫേമസ് ആയിട്ട്, പക്ഷേ തമിഴ്നാട്ടിൽ ഇത് ഒരു വാർന്നു കഴിഞ്ഞാൽ ബുക്കിൽ മുകളിൽ ഇതേ സംഭവമാണ്. അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, പുള്ളിയുടെ ഈ കാളാനൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അവരുടെ കൂടെ നിന്നിട്ട് ഞാൻ അതിനെപ്പറ്റി ഏകദേശം പഠിച്ചിട്ട് ഞാൻ എൻ്റെ വീട്ടിൽ ട്രൈ ചെയ്യാൻ പോകുന്നത്. സോ അതിന് വേണ്ട സാധനം ഞാൻ ഇടയിട്ടുണ്ട്. സോ അതെന്തൊക്കെയാണ് ഞാൻ കാണിച്ചു തരാം. അതിന് നമുക്ക് വേണ്ടത് കാളാൻ. ഞാനൊരു 1 കിലോ കാളാൻ എടുത്തിട്ടുണ്ട്, കഴുകി വെച്ചിട്ടുണ്ട്. കാളാൻ എന്ന് പറഞ്ഞാലുണ്ടല്ലോ, അവിടെ ഈ കടയിൽ 10 ഒരു കടയിൽ മൊത്തം ഫുൾ കാളാൻ എടുത്തു. ബാക്കിയുള്ള മുട്ടക്കോസ് ഇടുന്നത് ഞാൻ പ്രാവശ്യം മുട്ടക്കോസും കാളാൻ മിക്സ് ചെയ്തിട്ടുള്ള ഒരു പ്രോഗ്രാം കാണിച്ചു. മുട്ടക്കോസിൽ 1 കിലോ, പിന്നെ അതിലേക്ക് മൈദമാവ്, പിന്നെ കോൺഫ്ലവർ മാവ്, ഗരം മസാല, മല്ലിപ്പൊടി, മഞ്ഞപ്പൊടി, മുളകുപൊടി. ഈ മുളകുപൊടിക്ക് പകരം നിങ്ങൾ മറ്റേ കാശ്മീരി മുളകിലാണെങ്കിൽ നിങ്ങൾ ബെറ്റർ ആക്കി എൻ്റെ സ്റ്റോക്ക് തീർന്നു അവിടെ ഉണ്ടെന്ന് വിചാരിച്ചു, പക്ഷേ തൊട്ട് പറഞ്ഞ് തീർന്നു പോയിരുന്നു. സോ ഞാൻ ഇതെല്ലാം അരിഞ്ഞതിന് ശേഷം ബാക്കിയുള്ള വീഡിയോ എടുക്കാം, അല്ലെങ്കിൽ നമുക്ക് ലോങ് ആയി പോകും. സോ നമുക്ക് കമ്മിങ് ബാക്ക് ജസ്റ്റ് മിനിറ്റ്. ഓക്കെ ബൈ. ഇതാണ് കാള എന്ന് പറഞ്ഞാൽ മസൂർമാണ് സാധനം. ഇതാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇതെങ്ങനെ അറിയിച്ചാൽ ഇതിൻ്റെ നമ്മുടെ ഈ ഭാഗം ഈ പല ഇതുണ്ടല്ലോ, ഈ സാധനം കളഞ്ഞിട്ട് ബാക്കിയുള്ള അരിഞ്ഞിട്ട് നന്നായി അരിഞ്ഞ് ചെറിയ പീസായിട്ട് കുഞ്ഞ പീസായിട്ട് അരിഞ്ഞിടും. ഇതാണ് അതിൻ്റെ ഒരു പാകം എന്ന് പറയുന്നത്. ഈ ലെവൽ അരിഞ്ഞ ശേഷം കോസ് എടുത്ത് നമ്മൾ അങ്ങനെ പൊടിയായിട്ട് ഉപ്പേരി മാതിരി അറിയാണ്ട് എന്നാൽ കുറച്ച് നീളം തരണം. ഇത് 1 കിലോ കോസ്, ഇത് 1 കിലോ നമ്മുടെ കാളൻ. സോ രണ്ടും കൂടി മിക്സ് ചെയ്യാം. മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ചേർക്കുന്ന സാധനം ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, നമ്മൾ കാളനും കോസും ചേർത്തു. വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല, വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. കാരണം നമ്മൾ കാലം കഴുകിയ വെള്ളം മുട്ടക്കോസ് കഴുകിയ വെള്ളം ചേർക്കേണ്ട. ഇതിൻ്റെ കൂടെ വന്നിട്ട് നമുക്ക് ഒരു 4 സ്പൂൺ ഒരു 4 സ്പൂൺ മൈദമാവ്, 1 2 3 4 സ്പൂൺ മൈദമാവ്, പിന്നെ 1 സ്പൂൺ നമ്മുടെ കോൺഫ്ലവർ മാവ്, 1 സ്പൂൺ കുഴപ്പമില്ല. ഇതെടുക്കാൻ നമുക്ക് മെയിനായിട്ട് ഇൻഗ്രീഡിയൻസ്. പിന്നെ ഒരു 1/2 സ്പൂണ് ഗരം മസാല, ഓക്കെ, 1/2 സ്പൂൺ ഗരം മസാല. പിന്നെ ഇഞ്ചി പൂണ്ട് അരച്ചാൽ നമ്മളെ ഇഞ്ചിയും പൂണ്ടും നമ്മൾ അരച്ച് വെച്ചിട്ടുണ്ട്. ഇതിൽ നിന്ന് തക്കാളി 2 കിലോ വേണം. ആദ്യം ഒരു 1 സ്പൂൺ കിടക്കട്ടെ ഇഞ്ചി പൂണ്ട്. സോ നമ്മൾ ഇതെല്ലാം ഇട്ടിട്ട് ചേർത്തിട്ട് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്യാം. വേണമെങ്കിൽ കുറച്ച് മഞ്ഞപ്പൊടി കുറച്ച് ഹെൽപ്പ് ചെയ്ത്. ഓക്കെ, ഒരു മഞ്ഞപ്പൊടി ഒരു 1/2 സ്പൂണ്, 1/2 സ്പൂൺ മഞ്ഞപ്പൊടി, പിന്നെ ഒരു എരിവിന് വേണ്ടിയിട്ട് ഒരു സ്പൂൺ മുളക് പൊടി. ഇത്ര ഇട്ടിട്ട് നമ്മൾ സാധനം നന്നായിട്ട് അങ്ങ് അടിച്ച് പൊളിച്ച് നമുക്ക് ആരെയും ദേഷ്യം ഉണ്ട് അവർക്ക് മനസ്സിൽ വിചാരിച്ചിട്ട് നന്നായിട്ട് അങ്ങ് ഇത് ചേർക്കുക. ഉപ്പിടണം. ഉപ്പ് നമുക്ക് ലാസ്റ്റിലാകുമ്പോൾ കുറച്ചിട്ടാൽ മതി. ഓക്കെ, ഇതിങ്ങനെ ചേർത്തിട്ട് ഞാൻ ബാക്കി ലാസ്റ്റ് ഉപ്പ് കൂടി ഇടണം കേട്ടോ. കൂടിയിട്ട് തരിച്ചിട്ട് ലാസ്റ്റ് പറയുന്ന സംബന്ധം പറയാം. ഓക്കെ, നമ്മളതെല്ലാം കൂടി ഇട്ട് കുഴച്ച് കഴിയുമ്പോൾ തന്നെ ഈ പരുവത്തിൽ നമ്മൾ കുഴച്ചെടുക്കണം. എന്നിട്ട് ഇതിന് ശേഷം നമ്മൾ ചട്ടിയിൽ എണ്ണ വെച്ചിട്ട് ഇതിന് നമുക്ക് പൊരിച്ചെടുക്കാം. പൊരിച്ചെടുത്തതിന് ശേഷം നമുക്ക് ബാക്കി കാര്യം സംസാരിക്കാം. ബൈ. അപ്പോൾ നമ്മൾ എണ്ണ ഇടുന്ന ഭാഗം കാണിച്ചാൽ നമുക്ക് ഏകദേശം കുറച്ച് എടുത്തിട്ട് ഇപ്പോൾ എണ്ണ നല്ല ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ പക്കവടക്ക് നമ്മൾ ചെയ്യില്ലേ എണ്ണ മതി. ഇങ്ങനെ ഇടുക. ഇങ്ങനെ ഇടുമ്പോൾ കയ്യിൽ മേത്തൊക്കെ എണ്ണ വയ്ക്കാതിരിക്കാനായിട്ട് നോക്കുക. എനിക്ക് ചെയ്ത് എക്സ്പീരിയൻസ് ആയിരുന്നു, എനിക്ക് പ്രശ്നമില്ല. നിങ്ങൾ അത്ര കയ്യിൽ വീടോ ഇല്ല പതിവ് പറഞ്ഞിട്ട് പതുക്കെ ഇടുക. ഓക്കെ, ഇങ്ങനെ നമ്മളിതാ ഇതെല്ലാം ഇതിനകത്ത് വെച്ചിട്ട് ഞാൻ കാണിച്ചു തരാം. ഇത് കാണുമ്പോൾ തന്നെ പ്രത്യേക കളറാണ്. എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു റെഡുമല്ല എന്നൊരു കാവില്ലാത്ത കളർ. സോ ഇതിപ്പോൾ നമുക്ക് പക്കവടമായി തന്നെ സാധനം ആദ്യം കിട്ടും. സോ നമ്മുടെ സംഭവം ഏകദേശം എല്ലാം കരിക്കുകയാണ്. ഇതിങ്ങനെ കുറച്ച് കഴിഞ്ഞാൽ വേഗം വെന്ത് നമ്മൾ ഈ പരുവത്തിലാണ് കാണാൻ നമുക്ക് കിട്ടുക. ഈ പരുവത്തിലാക്കിയിട്ട് നമ്മൾ ഇത് മാറ്റി വെക്കണം. മാറ്റി വെച്ചതിന് ശേഷം നമുക്ക് ഇതിൻ്റെ ഗ്രേവി ഉണ്ടാകും. ഈ ഗ്രേവിയിലാണ് നമ്മൾ വേവിക്കേണ്ടത്. സോ നമ്മൾ എടുത്ത് കഴിച്ചതിന് ശേഷം നമുക്ക് ഗ്രേവി ഉണ്ടാക്കാൻ സെപ്പറേറ്റ് ഞാൻ വരാം. ബൈ. ഓക്കെ, ഇപ്പോൾ നമ്മൾ മസാല ഉണ്ടാക്കുന്ന രണ്ടാം ഘട്ടത്തിലേക്ക് എത്തിക്കുകയാണ്. അത് നമുക്ക് ചട്ടി വെച്ചിട്ട് നമ്മൾ ഓൾറെഡി മസാല എണ്ണ പൊരിച്ച എണ്ണ ബാക്കി നിങ്ങൾ ഗ്യാസ് ഇടുക. ഒരു ഗ്യാസ് വെച്ചിട്ട് ഒരു 1.5 സ്പൂൺ ഒക്കെ മതി. അതിനകത്തിന് ശേഷം ഇത് ചൂടായി വരുമ്പോൾ നമ്മുടെ ഞാനിവിടെ ഓൾറെഡി ചെറിയ ഉള്ളി നല്ല പൊടി അരിഞ്ഞ് വെച്ചിട്ട് പിന്നെ നമ്മൾ കരിവേപ്പില പൊടി അരിഞ്ഞ് വെച്ചിട്ട് ഈ സംഭവം രണ്ടും എടുത്ത് എണ്ണയ്ക്ക് തരിക. എന്താണ് സൗണ്ട്? എന്നിട്ട് ഈ ഉള്ളി ഞാൻ തരിക. നല്ല തിരിച്ച് അങ്ങോട്ട് കിടക്കട്ടെ. കുറച്ചുകൂടി നമ്മൾ ഇത് വേണം. കുറച്ച് നമ്മൾ വേറെ വേണം നോക്കാം. ഇപ്പോൾ ഇതിന് നന്നായിട്ട് ഇത് നന്നായിട്ടൊന്ന് നമ്മൾ ഇളക്കി കൊടുക്കുക. ഈ ഉള്ളി വന്നിട്ട് നമ്മൾ എപ്പോൾ ചെയ്യുന്ന മാതിരി ബ്രൗൺ കളർ ആവണ്ട. ഒരു സിൽവർ കളർ ആവുന്നത് വരെ നമ്മളിത് ഇളക്കണം. പക്ഷേ ഇത് ഇളക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പിന്നെ പരിപാടിയുണ്ട്. നമ്മൾ ഓൾറെഡി ഇവിടെ ചെയ്ത് വെച്ചിരിക്കുന്ന സാധനത്തിന് നല്ല 5 അടിച്ച് കഴിക്കാം. ഒന്ന് പുറത്തു നോക്കാം. അടിച്ച് കഴിഞ്ഞാൽ നമ്മൾ ഉള്ള സമയം ഏകദേശം ഇതുമാതിരി ആയിട്ടുണ്ടാവും. ഓക്കെ, ഇതിങ്ങനെ ചെയ്ത് മാറ്റി വെച്ചിട്ട് വെച്ചിട്ടെ. ഇത് നമ്മൾ ഇതിനകത്തേക്ക് ഉള്ളി ഏകദേശം ആയി വരുമ്പോൾ നല്ല ഇളക്കുക. ഇളക്കി ഒരു ഇത് അങ്ങനെ ഒരു നമ്മൾ ഇറച്ചിക്ക് കറക്കി ഒരു ബ്രൗൺ കളർ വേണം. പക്ഷേ നമുക്ക് ഇതിന് ബ്രൗൺ കളർ ആവശ്യമില്ല. ഒരു സിൽവർ കളർ ആവുന്നത് നന്നായി ഇളക്കുക. അതിനുശേഷം നമുക്ക് ഓൾറെഡി ചെയ്ത് വെച്ചിരുന്ന നമ്മൾ എനിക്ക് ടേസ്റ്റ് അതിന് പൊട്ടിട്ടില്ലായിരുന്നു. അപ്പോൾ ഉള്ളി ആവും ശേഷം ഇടുന്നത് ഇതിൻ്റെ ഇത് ഏകദേശം നമുക്കൊരു ബ്രൗണും ഇല്ല എന്നാൽ ഒരു എല്ലാം കഴിഞ്ഞ ശേഷം നമ്മുടെ ഇഞ്ചി പേസ്റ്റ് ഇതിനകത്ത് വേണ്ട ഒരു 2 സ്പൂൺ ഉണ്ട്. അത് അതിനകത്ത് കട്ടിയേക്ക് നമ്മൾ ബാക്കി വെക്കേണ്ട. കാരണം ഇതിൻ്റെ വേറെ കൂടുതൽ ചെയ്യാത്ത കാരണം നമ്മൾ ബാക്കി വെക്കുന്നില്ല, എല്ലാം കട്ടിയേക്കും. പിന്നെ ഇഞ്ചിയൊക്കെ കുറച്ച് അധികം ആയാലും കുഴപ്പമില്ല, അത് കഴിച്ചിട്ട് ഗ്യാസ് ഇറങ്ങി പോയിക്കോളും. ഓക്കെ, ഇതിന് നന്നായിട്ട് ഇളക്കുക. ഇതിൻ്റെ ആ പച്ച സ്മെല്ല് പോകുന്നവരെ നല്ല രീതിയിൽ ഇളക്കുക. ഇങ്ങനെ അപ്പോൾ ഏകദേശം നമ്മുടെ ഇഞ്ചി പേസ്റ്റിൻ്റെ ആ സ്മെല്ലൊക്കെ പച്ച സ്മെല്ലൊക്കെ പോയി കിട്ടി. ഈ സമയത്ത് ഈ സ്റ്റേജിൽ എത്തുമ്പോൾ നമുക്ക് പ്രത്യേകമായിട്ട് വേണ്ട അടുത്തൊരു സാധനമാണ് നമ്മളെ ടൊമാറ്റോ സോസ്. ഇത് ചിലർ ചിലപ്പോൾ ചില തക്കാളി അരച്ച് ചേർക്കാറുണ്ട്. സോ നമുക്ക് ടൊമാറ്റോ സോസ് ഒരു 4 സ്പൂണോളം ആവശ്യം വരും. 4 സ്പൂൺ പറയുമ്പോൾ ഇതിൻ്റെ ഏകദേശം 1 സ്പൂൺ മതിയാവും തോന്നി. ഹലോ, 1 2 3 4 സ്പൂൺ. ചെറിയ 4 സ്പൂണാണ്. നമ്മളിത് 1 സ്പൂൺ കഴിഞ്ഞാൽ 4 സ്പൂൺ അളവായി വരുന്നു വിചാരിക്കണം. ഓക്കെ, നമുക്ക് വേണമെങ്കിൽ പിന്നെ ചേർക്കാം. ഇതിട്ട് നന്നായിട്ട് ഇളക്കുക. നന്നായി ഈ നാലാമത്തെ സാധനം ചേർത്ത് നന്നായി ഇളക്കി വരുമ്പോൾ അങ്ങനെ ഒരു തെളിവ് നായി കിട്ടിയിട്ടുണ്ട്. ഹലോ, സ്പീഡ് കുറയ്ക്കാൻ തീരെ. ഈ സമയം വരുന്ന സമയത്ത് നമ്മൾ ഇതിലേക്ക് എല്ലാ സാധനം കാച്ചാൽ ഓൾറെഡി നമ്മൾ കോൺഫ്ലവർ മാവ് നമ്മൾ 1 സ്പൂണ് അതിനകത്ത് പെരലിട്ട് ഒരു മാവ് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഒരു പച്ചവെള്ളത്തിൽ
ചേർത്ത് വെച്ച സാധനം ഇതിനകത്തോട്ട് ആഡ് ചെയ്യാം. ഇത് കോൺഫോർ മാവാണ്. 2 സ്പൂൺ വെള്ളത്തിൽ ചേർത്ത് വെച്ചിട്ടുണ്ട്. ഇത് ഇവിടെ ആഡ് ചെയ്യുമ്പോൾ ഇത് വേറൊരു രീതിയിലോട്ട് മാറും. ഇത് കണ്ടോ, കുറച്ച് മുന്നേ നമ്മുടെ മാറി കിട്ടും, സംഭവം മാറി കിട്ടും. ഓക്കെ, ഈ ലെവലിൽ എത്തി കഴിയുമ്പോൾ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ഒരു 200-250 ലിറ്റർ വെള്ളം ഇതിനകത്ത് ഒഴിച്ചു കൊടുക്കുക. ഓക്കെ, ഇത് നന്നായിട്ട് തിളയ്ക്കാൻ വെക്കണം. ആ സമയത്ത് നമുക്ക് കുറച്ച് മുളക് പൊടി, നേരത്തെ എരിവിന് വേണ്ടിയിട്ടുള്ള മുളക് പൊടി നമ്മൾ എടുക്കാൻ പോകണം. ഓക്കെ, മതി. മുളക് മാത്രം മതി. മുളക് പിന്നെ ഇളക്കി വെച്ചേക്കാം. ഇത് നന്നായിട്ട് തിളക്കണം. ഓക്കെ, തിളച്ച് വരുമ്പോൾ നമുക്ക് ആ കഴിച്ചിപ്പോൾ നമുക്ക് ഏകദേശം മസാല റെഡി ആയിട്ടുണ്ട്. ഇതാണ് അതിൻ്റെ മസാല കണ്ടോ. തിളച്ച് വരുമ്പോൾ ഏകദേശം നല്ല ഇപ്പോൾ തന്നെ കട്ടിയിട്ടുണ്ട്. ഇങ്ങനെ ഏകദേശം ഒരു ചെറിയ കട്ടി ഇതെനിക്ക് ആയി വരുമ്പോൾ നമ്മൾ ഓൾറെഡി ചെയ്ത് വെച്ചിരിക്കുന്ന കാളാൻ കണ്ടോ, എണ്ണ ഇടും പറഞ്ഞ് നോക്കി തിരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ കാളാൻ നമ്മൾ കോരിയെടുത്ത് അതിനകത്തോട്ട് ഇടാൻ പോവാണ്. 1 2 3 അവസാനം മസാല കട്ടാം. ഓക്കെ, ഈ കാണുന്ന അവസാനം മോരിക്കടല്ലോ, ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും. പപ്പടം തിരുമ്പോൾ മോരിയാണ് ഭയങ്കര രസം ഉണ്ടാവുക. ഓക്കെ, നമുക്ക് ഇങ്ങനത്തെ ഇടാൻ മതി പപ്പടം മോരി ടേസ്റ്റാണ്. ഓക്കെ, ഇപ്പോൾ നമ്മൾ ഇതിനകത്തിട്ട് ചക്കടക്ക് ഇങ്ങനെ പഞ്ചാര അടിക്കുക. റോട്ടേജ് വരുന്ന ഈ കട ഇങ്ങനെ കഴിക്കുന്നതാണ് അവർ. ഈ സാധനം അതിനെ ഉണ്ടാക്കി വെച്ചിട്ട് മസാല ചേർക്കുമ്പോൾ അതുണ്ടാക്കി സാധനം ഇങ്ങനെ ഇടും. അങ്ങനത്തെ ഇളക്കി ഈ ഇതാണ് നമ്മുടെ റോട്ടിൽ കട കാള എന്ന് പറയുന്ന സാധനം. അതിങ്ങനെ നമ്മുടെ ഒരു കട്ടയെ ചട്ടിണ്ടാവും. ഇത് 4 അടിയാണ്. ഒരു പ്ലേറ്റിന് അവിടെ 40-50 രൂപയ്ക്കാണ് വിൽക്കുന്നത്. ഇത് തിന്നാൻ തന്നെ ആൾക്കാർ ഇഷ്ടംപോലെ വരുന്നതാണ്. നമ്മൾ കേരളത്തിൽ കട കഴിഞ്ഞാൽ അടിപൊളി ആയിരിക്കും. അവിടെ ഇത് 2 വർഷം കഴിഞ്ഞ് കോയമ്പത്തൂരിൽ വന്നു കഴിഞ്ഞാൽ കാളാൻ കട ഉണ്ടാക്കാനാണ് ഞാൻ പ്ലാൻ ചെയ്തത്. ഏകദേശം ഓട്ടോമാറ്റി വരുന്നില്ല. ഇയാൾ കളം വെച്ച് കഴിച്ചല്ലേ നമുക്ക് ഓടി പോകുമ്പോൾ അല്ലേ നമ്മുടെ ഈ കാളാൻ എടുത്തിട്ട് നല്ല രീതിയിൽ നിങ്ങൾ സാധനം ഇതൊക്കെ വീട്ടുണ്ടാക്കിയിട്ടുണ്ടോ അത് ആദ്യം കാണണം. അല്ലെങ്കിൽ എൻ്റെ കമൻറ്റ് ബോക്സിൽ നിന്ന് കമൻറ്റ് ചെയ്യാം. ഉണ്ടാക്കാത്തവർക്ക് കഴിച്ച് നോക്ക്. നമുക്ക് വെറൈറ്റി ഫുഡ്സ് ഒക്കെ കഴിക്കുന്നത് രസമല്ലേ. ഓക്കെ, ഇനി നമ്മൾ ഇതിൽ പ്ലേറ്റ് നോക്കി ഒരു ചെറിയൊരു പ്ലേറ്റ് എടുക്കും. അപ്പോൾ ഇതിന് ആദ്യത്തെ കപ്പ് ഞാൻ എടുത്തിട്ട് എൻ്റെ വൈഫ് ഞാൻ കൊടുക്കാൻ പോകണം. അവർ ടേസ്റ്റ് നോക്കി എന്നോട് പറയും. ഇങ്ങനെ അങ്ങനെ ഒരു സാധനം എടുത്തിട്ട് തരും, ഒരു ചെറിയ പ്ലേറ്റ് ആക്കിയിട്ട് ഇതിൻ്റെ മുകളിൽ കൊണ്ടിട്ട് നമ്മൾ ഓൾറെഡി നമ്മൾ അരിഞ്ഞ് വെച്ചാൽ ഉള്ളി ഉണ്ടാവും. അതിങ്ങനെ അങ്ങോട്ട് വെതറും. സ്പൂൺ ഇട്ട് കാരണം ഇങ്ങനെ വെതറിയിട്ട് ഒരു പ്ലെയിൻ ഇട്ടിട്ട് ആ ഡാർലിംഗ് കം ടേസ്റ്റ് നോക്കി കഴിക്കുന്നത് പറ. നീ അത് കോയമ്പത്തൂർ പോയി നിങ്ങൾക്ക് മേടിച്ചാൽ അതേ ടേസ്റ്റ് വന്നോ അതോ ഞാൻ ഉണ്ടാക്കിയത് കൊള്ളായോ? ഞാൻ സ്റ്റവ് നോക്കട്ടെ. അവിടെ വന്നു കഴിഞ്ഞാൽ എപ്പോഴും എന്നെ കൂടിയിട്ട് ആ കളങ്ങൾക്ക് പോയി കളം പിടിച്ചത് പറയും. അപ്പോൾ ഞാൻ ഉണ്ടാക്കി കൊടുത്ത കളറാണ് അത് ടോസ്റ്റ് ചെയ്യാൻ പോവാണ്. അതെ, അവിടുത്തെ അതേമാതിരി തന്നെ ഒന്നാമത് എന്തെങ്കിലും ടേസ്റ്റ് ഉണ്ടോ? കുറച്ചുകൂടി ശരിയാണ്. നമ്മൾ അടുത്ത പ്രാവശ്യം ഉണ്ടാക്കിയേക്കാം. ടേസ്റ്റ് ഒക്കെ ഞാൻ ഓക്കെ, അടുത്ത ഞാൻ വീട്ടിൽ എൻ്റെ മോൾക്കും അമ്മയ്ക്കൊക്കെ കൂടെ കൊടുക്കട്ടെ. ഞാൻ തിന്നോട്ടെ. എന്നെ വേണിച്ചിട്ട് പറയുന്നതാണ്. അതിനകത്തുണ്ട് തോന്നുന്നു. അതൊക്കെ നല്ല എരിവായിരിക്കും. സൂപ്പർ അതേമാതിരി തന്നെ. അപ്പോൾ ഞാൻ എന്തായാലും ഒരു 2 ഇയേഴ്സ് എന്നെ കുട്ടി ഞാൻ വളരാൻ പോവാണ്. എല്ലാവരും ഒന്ന് എന്നെ പ്രോത്സാഹിപ്പിക്കുക. കളർ ഇങ്ങനെ ഒരു പ്ലേറ്റിന് 40 രൂപ. ഫൈൻ കളർ. അപ്പോൾ ഇതിന് ആദ്യത്തെ കപ്പ് ഞാൻ എടുത്തിട്ട് എൻ്റെ വൈഫ് ഞാൻ കൊടുക്കാൻ പോകണം. അവർ ടേസ്റ്റ് നോക്കി എന്നോട് പറയും. ഇങ്ങനെ അങ്ങനെ ഒരു സാധനം എടുത്തിട്ട് തരും, ഒരു ചെറിയ പ്ലേറ്റ് ആക്കിയിട്ട് ഇതിൻ്റെ മുകളിൽ കൊണ്ടിട്ട് നമ്മൾ ഓൾറെഡി നമ്മൾ അരിഞ്ഞ് വെച്ചാൽ ഉള്ളി ഉണ്ടാവും. അതിങ്ങനെ അങ്ങോട്ട് വെതറും. സ്പൂൺ ഇട്ട് കാരണം ഇങ്ങനെ വെതറിയിട്ട് ഒരു പ്ലെയിൻ ഇട്ടിട്ട് ആ ഡാർലിംഗ് കം ടേസ്റ്റ് നോക്കി കഴിക്കുന്നത് പറ. നീ അത് കോയമ്പത്തൂർ പോയി നിങ്ങൾക്ക് മേടിച്ചാൽ അതേ ടേസ്റ്റ് വന്നോ അതോ ഞാൻ ഉണ്ടാക്കിയത് കൊള്ളായോ? ഞാൻ സ്റ്റവ് നോക്കട്ടെ. അവിടെ വന്നു കഴിഞ്ഞാൽ എപ്പോഴും എന്നെ കൂടിയിട്ട് ആ കളങ്ങൾക്ക് പോയി കളം പിടിച്ചത് പറയും. അപ്പോൾ ഞാൻ ഉണ്ടാക്കി കൊടുത്ത കളറാണ് അത് ടോസ്റ്റ് ചെയ്യാൻ പോവാണ്. അതെ, അവിടുത്തെ അതേമാതിരി തന്നെ ഒന്നാമത് എന്തെങ്കിലും ടേസ്റ്റ് ഉണ്ടോ? കുറച്ചുകൂടി ശരിയാണ്. നമ്മൾ അടുത്ത പ്രാവശ്യം ഉണ്ടാക്കിയേക്കാം. ടേസ്റ്റ് ഒക്കെ ഞാൻ ഓക്കെ, അടുത്ത ഞാൻ വീട്ടിൽ എൻ്റെ മോൾക്കും അമ്മയ്ക്കൊക്കെ കൂടെ കൊടുക്കട്ടെ. ഞാൻ തിന്നോട്ടെ. എന്നെ വേണിച്ചിട്ട് പറയുന്നതാണ്. അതിനകത്തുണ്ട് തോന്നുന്നു. അതൊക്കെ നല്ല എരിവായിരിക്കും. സൂപ്പർ അതേമാതിരി തന്നെ. അപ്പോൾ ഞാൻ എന്തായാലും ഒരു 2 ഇയേഴ്സ് എന്നെ കുട്ടി ഞാൻ വളരാൻ പോകണം. എല്ലാവരും ഒന്ന് എന്നെ പ്രോത്സാഹിപ്പിക്കാം. കളർ ഇങ്ങനെ ഒരു പ്ലേറ്റിന് 40 രൂപ. ഫൈൻ കളർ.